ബ്രില്യൻറ്റിൽ പഠിച്ച റിസൾട്ട് ഉറപ്പാണ്, അതിൽ ഒരു സംശയമില്ല. ലൈക്ക് ഇവിടെ വന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായ റിസൾട്ട് ഉറപ്പാണ്. ലൈക്ക് എല്ലാം കൊണ്ടും ഇവിടുത്തെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാം നല്ലതാണ്. ലൈക്ക് നമുക്ക് ഉറപ്പിക്കാം നമുക്ക് നീറ്റ് കിട്ടുമെന്ന്. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട ഉറപ്പായി. എല്ലാവരും പഠിക്കുന്ന പിള്ളേർ, അപ്പോൾ അവരെ കാണുമ്പോൾ പഠിക്കാൻ തോന്നുന്നു. എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടി, മോൾക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയാം. കെമിസ്ട്രി ക്വസ്റ്റ്യൻ വാല്യൂ പോലും മാറ്റാതെ ചോദിച്ചു. ഫിസിക്സ് കുറച്ച് ടഫാണെങ്കിലും ലൈക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിനെ കൊണ്ട് അങ്ങനെ അത്ര ടഫായിട്ട് തോന്നിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്തിട്ട് ഉറപ്പായി നല്ല സ്കോർ കിട്ടും, ഉറപ്പാണ്. ചേച്ചിയാണ് ചേച്ചി മെഡിസിൻ പഠിക്കും. ചേച്ചി എവിടെയാണ് റിപ്പീറ്റ് ചെയ്തത്? ഇവിടെ തന്നെ റിപ്പീറ്റ്. ബ്രില്യൻറ്റിൽ തന്നെയായിരുന്നു. അപ്പം ബ്രില്യൻറ്റിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഇവിടെ വന്ന് പഠിച്ചത് കൊണ്ട് മാത്രം ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വലിയ ടെൻഷൻ അങ്ങനെ വന്നിട്ടില്ല. നമുക്കൊരു കുടുംബത്തോട് വന്ന് ചേർന്ന ഒരു ഇതായിരുന്നു, ഫീലായിരുന്നു. ഇവിടുത്തെ ഇത് പറയാനിരിക്കാൻ വയ്യ. എക്സലന്റ് ആണ്. എല്ലാ റിസൾട്ടും ഞാൻ മുടങ്ങാതെ കാണും. എത്ര സമയം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഇരിക്കത്തോളൂ. ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരാൾ കൂടെ നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. അലി എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഡോക്ടർ. ഒരു വീട്ടിൽ നിന്ന് 3 ഡോക്ടർമാരാണ്. ഈ ഒരു ഉമ്മയുടെ ഒരു ഭാഗം. നീറ്റ് 2024 എക്സാമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ, തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അത്രമേൽ സന്തോഷത്തിലാണ് അവരെല്ലാവരും ഉള്ളത്. കാരണം അവർക്ക് വിചാരിച്ചതിലും അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു സ്കോറുണ്ട്. ബ്രില്യൻ മോഡൽ എക്സാമിലൊക്കെ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നൊരു സ്കോറുണ്ട്. അപ്പോൾ അതിനുമൊക്കെ അപ്പുറം, അവരുടെയൊക്കെ എക്സ്പെക്റ്റേഷനും അപ്പുറം അവരുടെ സ്കോർ ഉയർത്താൻ അവർക്ക് സാധിക്കുന്നു. ആ ഒരു സന്തോഷം ബ്രില്യൻ ഫാമിലിയെ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബ്രില്യനിലെ പ്രൊഫസർമാരെ കണ്ടു, ഡയറക്ടേഴ്സിനെ കണ്ടു, കോർഡിനേറ്റേഴ്സിനെ കണ്ടു, എല്ലാവരെയും കണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫാമിലിയാണത്. എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം. ഈ ഫാമിലിയിലെ എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവരെല്ലാവരും നല്ല ചിരിച്ച് സന്തോഷത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് ഒരിക്കൽ കൂടി തിരികെ എത്തിയിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി വരും, അതെന്നാ വിക്ടറി ഡേ. യെസ്, കാരണം അത്രമാത്രം സന്തോഷത്തിലാണ്. നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ പറ്റിയെന്നൊരു ആത്മവിശ്വാസമുണ്ട് മോൾക്ക്. മോളുടെ മുഖത്ത് അത് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ പേരൻസിൻ്റെ മുഖത്ത് അത് കാണാൻ സാധിക്കും എന്നുള്ളത് എടുത്ത് പറയണം. അപ്പോൾ തീർച്ചയായിട്ടും അതിനു മുൻപിൽ നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാം. യെസ്, പറഞ്ഞു മോളെ. ഞാൻ പേൾ ഹോസ്റ്റലിലാണ് നിന്നത്. അവിടെ നല്ല നല്ല അന്തരീക്ഷമാണ് പഠിക്കാനൊക്കെ. ലൈക്ക് എല്ലാവരും പഠിക്കുന്ന പിള്ളേർ, അപ്പോൾ അവരെ കാണുമ്പോൾ പഠിക്കാൻ തോന്നും. ഉഴപ്പാന്ന് തോന്നുമ്പോൾ അവരെ കാണുമ്പോൾ ലൈക്ക് മോട്ടിവേഷൻ ഒന്ന് പഠിക്കും. പിന്നെ നന്നായിട്ട് കഷ്ടപ്പെട്ടു, അതിനുള്ള റിസൾട്ടും ഉണ്ട്, നല്ല സ്കോർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻറ്റിൽ ഒരുപാട് മോഡൽ എക്സാമുകളൊക്കെ എഴുതി അല്ലേ? അപ്പോൾ ഒരു കോൺഫിഡൻസ് ഓൾറെഡി മോൾക്ക് ഉണ്ടായിരുന്നു. എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടി, മോൾക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയാം. ആദ്യം പേപ്പർ കിട്ടുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ലാസ്റ്റാണ്, ഇപ്രാവശ്യം എന്തായാലും നേടണമെന്ന് കരുതി ചെയ്തതാ. നല്ലായിരുന്നു, കുഴപ്പമില്ല, ടൈമൊക്കെ കിട്ടി അവസാനം. നമ്മുടെ മോഡൽ എക്സാമുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു എക്സാം? ഞാൻ പറയാം, ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ വാല്യൂ പോലും മാറ്റാതെ ചോദിച്ചു. ലൈക്ക് അതൊക്കെ ഡയറക്റ്റ് കുത്തായിരുന്നു. അത്ര നന്നായിട്ട് ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്തിട്ട് ഉറപ്പായി നല്ല സ്കോർ കിട്ടും, ഉറപ്പാണ്. കാരണം അതിൽ അതേപോലത്തെ സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ബയോളജിയൊക്കെ എല്ലാം വേണമെങ്കിൽ പറയാം. ഫിസിക്സ് ആണെങ്കിലും, ഫിസിക്സ് കുറച്ച് ടഫ് ആണെങ്കിലും ലൈക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിനെ കൊണ്ട് അങ്ങനെ അത്ര ടഫായിട്ട് തോന്നിയില്ല. യെസ്. അപ്പോൾ മോളോട് ഞാനൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വർഷത്തെ തയ്യാറെടുപ്പുണ്ട്. അതിന് ഉള്ളിൽ മോളെ സ്വാധീനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രില്യൻറ്റിലെ പ്രൊഫസേഴ്സ് ആവട്ടെ, കോർഡിനേറ്റേഴ്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. അപ്പോൾ ആ ഒരു ബ്രില്യൻ ഫാമിലി മോളോടൊപ്പം നിന്നിരുന്ന ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ എന്ന് മോൾക്ക് തോന്നുന്നൊരു കാര്യം എന്തൊക്കെയായിരിക്കും? ഇവിടെ ലൈക്ക് പ്രൊഫസേഴ്സാണ്. ഇപ്പം നമ്മൾ പ്രൊഫസേഴ്സായിട്ട് ചെന്നാലും ഡൗട്ട് ചോദിച്ചാൽ ഏത് ഡൗട്ട് ചോദിച്ചാൽ അപ്പം തന്നെ പറഞ്ഞു തരും. ലൈക്ക് പിന്നെ ഇവിടെ ക്ലാസ് ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ലൈബ്രറി ഫെസിലിറ്റീസ് നല്ല ഉണ്ട്. പിന്നെ റെഫറൻസ് പറയുകയാണെങ്കിൽ റെഫറൻസ് നല്ല ഇഷ്ടമായിരുന്നു. എല്ലാം യൂസ് ചെയ്തു അല്ലേ? എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്തു. ഓക്കെ, സ്വാഭാവികമായിട്ടും മോൾക്ക് MBBS എന്നൊരു ലക്ഷ്യം മനസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു നീറ്റ് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണം, അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ വന്നപ്പോൾ ബ്രില്യൻറ്റ് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? ലൈക്ക് ബ്രില്യൻറ്റിൽ പഠിച്ച റിസൾട്ട് ഉറപ്പാണ്, അതിൽ ഒരു സംശയമില്ല. ലൈക്ക് ഇവിടെ വന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായ റിസൾട്ട് ഉറപ്പാണ്. ലൈക്ക് എല്ലാം കൊണ്ടും ഇവിടുത്തെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാം നല്ലതാണ്. ലൈക്ക് നമുക്ക് ഉറപ്പിക്കാം നമുക്ക് നീറ്റ് കിട്ടുമെന്ന്. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട ഉറപ്പായി. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, അതായത് MBBS എന്ന ലക്ഷ്യത്തിലേക്ക് മോളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്താരാണ്? ചേച്ചിയാണ്. ചേച്ചി മെഡിസിൻ പഠിക്കും. അപ്പോൾ ചേച്ചി മെഡിസിൻ ഫോർത്ത് ഇയറിന് പഠിക്കും. അപ്പോൾ ചേച്ചി സ്വാഭാവികമായിട്ടും ഇതുപോലൊരു പീരീഡിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ, നീറ്റ് എൻട്രൻസ് എക്സാം. അപ്പോൾ ചേച്ചി എവിടെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇവിടെ തന്നെ റിപ്പീറ്റ്.
ബെർലിനിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം ബെർലിനിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് വർഷമായിരുന്നു? ഞാൻ 2020 ബാച്ച്. ഓക്കെ, 2020-ലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്തെ ബ്രില്യൻറ്റിൻ്റെ ഒരു കരുതലൊക്കെ ഓൾറെഡി അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. ആൻഡ് ഫൈനലി MBBS എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എവിടെയാണ് പഠിക്കുന്നത്? ആൻഡ് ആ ഒരു കാലയളവ്, ആ 2020-ലെ നീറ്റ് കാലയളവിനൊക്കെ ഒന്ന് ഓർത്ത് പറയാം. ആദ്യം ഇവിടെ പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് മെഡിസിറ്റി, കൊല്ലത്ത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ഫൈനൽ ഇയർ ആണ്. ഇവിടെ വന്ന് പഠിച്ചത് കൊണ്ട് മാത്രം ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണെങ്കിലും, കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, ഇവിടുത്തെ പ്രൊഫസേഴ്സ്, അവരുടെ ക്ലാസ്, ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ എല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടെ നടത്തുന്ന മോഡൽ എക്സാംസ്, അപ്പോൾ നമ്മൾ കോവിഡിലേക്ക് ഓൺലൈൻ ക്ലാസ്സസ് ലാസ്റ്റിലോട്ടായപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ ഓൺലൈൻ ആയിരുന്നു. പക്ഷെ എന്നാലും അത് നമ്മളെ കൈവിടാതെ ഫുൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഫുൾ എക്സാംസ് നടത്തി നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ഡൗട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതൊക്കെ ഫുള്ള് വീഡിയോസ് ആയിട്ടിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും പ്രൊഫസേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസൊക്കെ അവർ ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ്ഫുള്ളാണ് എപ്പോഴും ബ്രില്യൻറ്റിനോട്. തീർച്ചയായിട്ടും വലിയ വലിയ വാക്കുകളാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ രണ്ട് മക്കളുടെയും ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയ ബ്രില്യൻ ഫാമിലിയെക്കുറിച്ച് പറയാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു ഉമ്മയോട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉമ്മയോട് കൂടി ചോദിച്ചറിയാം. അപ്പോൾ ഉമ്മ, രണ്ട് മക്കളുടെയും വിജയം കണ്ടൊരു ഉമ്മയാണ്. അതും ബ്രില്യൻറ്റിൽ നിന്ന് പഠിച്ചിട്ടാണ് മക്കൾക്ക് രണ്ടുപേർക്കും അവരുടെ ലക്ഷ്യത്തിൽ MBBS എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. നീറ്റ് എന്താ ഒരു വലിയ കടമ്പയെ കടക്കാൻ സാധിക്കുന്നത്. അമ്മയ്ക്ക് എന്താണ് ഈ ഒരു നിമിഷം ഞങ്ങളോടൊക്കെ പറയാനുള്ളത്? ഈ നിമിഷം എനിക്ക് അഭിമാനമാണ്. എൻ്റെ രണ്ട് മക്കളും ഈ ഇതിലോട്ട് വന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. രണ്ട് ഡോക്ടർമാരുടെ ഉമ്മയാണ് അല്ലേ? ഭാവിയിൽ രണ്ട് ഡോക്ടർമാരുടെ ഉമ്മയാണ്. ഓക്കെ, അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാലും ബ്രില്യൻറ്റിൽ എൻ്റെ ഫാമിലി എല്ലാ കോഴ്സും എല്ലാം നമുക്ക് റിസൾട്ട്, ഞാൻ എല്ലാ റിസൾട്ടും കാണുന്നതാണ്. എല്ലാ റിസൾട്ടും ഞാൻ മുടങ്ങാതെ കാണും. എത്ര സമയം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഇരിക്കത്തുള്ളൂ. എനിക്ക് മറ്റുള്ള മക്കളുടെയും കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം. ഞാൻ എല്ലാ സ്കോറും നോക്കുകയും ചെയ്യും, എല്ലാവരുടെ സ്കോറും നോക്കുകയും ചെയ്യും. ഇവിടുത്തെ ഇത് പറയാനിരിക്കാൻ വയ്യ. എക്സലന്റ് ആണ്. രണ്ട് മക്കളും ബ്രില്യൻറ്റിന്റെ ഹോസ്റ്റലിൽ വന്ന് നിന്നുകൊണ്ടാണ് പഠിച്ചത്. അത് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ വന്ന് നിന്നുകൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അമ്മയാണ്. അപ്പോൾ കുട്ടികൾ മറ്റൊരു സ്ഥലത്ത്, അത് രണ്ട് പെൺകുട്ടികളൊക്കെ മറ്റൊരു സ്ഥലത്ത് നിന്ന് പോയി പഠിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്കൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ ബ്രില്യൻറ്റിൽ വന്ന എല്ലാ പേരൻസും പറയാനുണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. അമ്മയ്ക്ക് അത് ഫീൽ ചെയ്തു? എനിക്ക് വലിയ ടെൻഷൻ അങ്ങനെ വന്നിട്ടില്ല. നമുക്കൊരു കുടുംബത്തോട് വന്ന് ചേർന്ന ഒരു ഇതായിരുന്നു, ഫീലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. നമുക്ക് എല്ലാ കാര്യത്തിലും അവരും അതിൽ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. കുഴപ്പമില്ലാതെ തന്നെ പോവുകയും ചെയ്തു. ഹോസ്റ്റലിലെ സൗകര്യങ്ങളെ കുറിച്ച് വീട്ടിൽ വന്ന് പറയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്? ഫുഡിന്റെ കാര്യമായിരിക്കും മുമ്പേ പറയുന്നത്. ഫുഡാണ് ഏറ്റവും ബെസ്റ്റ്. ബ്രില്ലിന്റെ ഫുഡ് അടിപൊളിയാണെന്ന് പറയാല്ലേ? ഇവിടുത്തെ ബ്രില്ലിന്റെ എല്ലാ ഇതിലും എല്ലാം ഈ അമ്മോളിപ്പം പിന്നെ റെഫറൻസിനൊക്കെ പോകുമ്പോഴും പറയുന്ന കേൾക്കാം, എനിക്ക് റെഫറൻസിന് പോകുമ്പോൾ നല്ല കൂളായിട്ടിരുന്ന് പഠിക്കാനും എടുക്കാനും എല്ലാം നല്ല നല്ല ഇതായെന്ന് പറയുന്ന കേൾക്കാം. അപ്പം ഞാൻ പറയും എപ്പോഴും കംഫർട്ട് ആയിട്ട് ഏതാ വരുന്നതെന്ന് വെച്ചാൽ അതേ രീതിയിൽ പോവുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഈ രീതിയിൽ രണ്ടുപേരും വന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ ഇതാ ഈ ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞാൾ, ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരാളും കൂടെ നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. പേരെന്താ മോനെ? അലി മുഹമ്മദ്. യെസ്, അലി എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഡോക്ടർ. ഒരു വീട്ടിൽ നിന്ന് 3 ഡോക്ടർമാരാണ്. ഈ ഒരു ഉമ്മയുടെ ഒരു ഭാഗ്യം, 3 കുട്ടികൾ ഡോക്ടർമാരാവുക. ഓക്കെ, തീർച്ചയായിട്ടും 2 പേർക്കും, ചേച്ചിമാർക്ക് 2 പേർക്കും സാധിച്ചു. അതുപോലെ തന്നെ അല്ലേ, നല്ല ബ്രില്യൻ്റ് ആണ് മോനും. സോ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കൊക്കെ ജോയിൻ ചെയ്യാനാവും. അപ്പം അന്ന് തൊട്ടേയൊക്കെ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെയൊക്കെ ഈ ഒരു പെട്ടെന്ന് റിപ്പീറ്റ് പോലും ചെയ്യാതെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം മോനും അത് സാധിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഡോക്ടർ അലി എന്ന് അറിയപ്പെടില്ലേ? ഓക്കെ, ആ ഒരു തയ്യാറെടുപ്പിനൊക്കെ ആയിട്ട് മോൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ചെറിയ ആഗ്രഹം, വളരെ ക്യൂട്ടായിട്ടാണ് കേട്ടോ. എന്താണ് ആവാൻ ആഗ്രഹം? ഡോക്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു വിഷനുണ്ട്. അപ്പോൾ മുന്നോട്ട് ധൈര്യമായിട്ട് പോവാം, ചേച്ചിമാരെ പോലെയൊക്കെ തന്നെ നല്ലൊരു ഡോക്ടറാണ്. ആൻഡ് ഫൈനലി മോളോട് ഒരു ചോദ്യമോടെ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു നേട്ടം കൈവരിച്ചിട്ടാണ് ബ്രില്യൻറ്റിലേക്ക് എത്തിയത്. ആ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് മോൾക്ക് പറയാനുള്ളത്? ക്യാമറ വേണ്ടി ആദ്യം ദൈവത്തിനോട് നന്ദി. ആ എക്സാം ഹാളിൽ കയറി എല്ലാം ആ സമയത്തൊന്ന് നമുക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ ഉറപ്പായും ദൈവാനുഗ്രഹം വേണം. പിന്നെ ഉമ്മ, വാപ്പ,
ഇത്ത അനിയൻ ഇവരെല്ലാവരും ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ലൈക്ക് ഞാൻ അവിടെ ഹോസ്റ്റലിൽ പോയി നിന്ന സമയത്തും ലൈക്ക് എത്ര മാർക്ക് കുറഞ്ഞാലും ഒന്നും പറയാം, ലൈക്ക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ലൈക്ക് അത് നല്ലൊരു കാര്യമാണ്. ലൈക്ക് ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോഴേ അവരത് പോസിറ്റീവ് ആക്കാനേ നോക്കുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ബ്രില്യൻ ഫാമിലി ലൈക്ക് നല്ല രീതിയിൽ കട്ടയ്ക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. അവരെല്ലാവരുടെയും കൂടെ ഒരു ഇതാണ് വലിയ വിജയം നേടാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. അവർ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എല്ലാവരോടും, ഈ ഒരു വഴിത്താരയിൽ അവരുടെ ഒപ്പം നിന്ന എല്ലാവരോടും ഈ മോളും ഈ എല്ലാം എത്ര കടപ്പെട്ടിരിക്കുന്നു ഒക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആൻഡ് തുടർന്നും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ. ഇത് എൻ്റെ ഫാമിലിക്ക് ഹൃദയം നിറഞ്ഞ ബ്രില്യൻ ഫാമിലി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി വിക്ടറി ഡേക്ക് കാണാം. യെസ്, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.